ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ്പെഷ്യലി എ സ്പെഷ്യൽ ഹായ് ടു സൂര്യ. സൂര്യ എൻ്റെ ചാനലിന്റെ ഒരു സ്ഥിരം വ്യൂവറാണ്. അപ്പൊ സൂര്യയും അതുപോലെ പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഡെയിലി വെയർ ഓർണമെന്റ്സിന്റെയാണ്. അപ്പൊ കുറെ പേര് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിലൊക്കെ ഓർണമെന്റ്സ് കാണുമ്പോൾ അതിന്റെ വീഡിയോ കാണിക്കാമോ, ഓർണമെന്റ്സ് ഒക്കെ കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് അതാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഓർണമെന്റ്സ് ബോക്സ്. ഇത് നിറച്ച് എന്റെ ഓർണമെന്റ്സ് ആണ്. അപ്പൊ നേരത്തെയൊക്കെ ഞാൻ ഗോൾഡ് മേടിക്കുന്നത് എനിക്കൊരു ഭയങ്കര ഹരമായിരുന്നേ, ഗോൾഡിന്റെ ഓർണമെന്റ്സ്. അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ ഗോൾഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഗോൾഡ് മേടിക്കുന്നില്ല. കാരണം ഗോൾഡിന് അന്യായ വിലയാണല്ലോ. ഇത്രയും വില കൊടുത്ത് ഗോൾഡ് വാങ്ങുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം അതുപോലെയാണ് വില. ഓരോ ദിവസവും ഇങ്ങനെ ഭയങ്കരമായിട്ട് റോക്കറ്റ് പോലെ കുതിച്ചു വരും. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് വിറ്റ് കാശാക്കുന്നതാണ് കുറച്ചുകൂടെ ബുദ്ധിയും തോന്നും. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഗോൾഡ് ഓർണമെന്റ്സ് ഒന്നും അങ്ങനെ വാങ്ങാറില്ല. പകരം ഞാൻ അതിലും ഫിനിഷിംഗ് ഉള്ള, അതിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ഇപ്പൊ വാങ്ങുന്നത്. അതും വർഷങ്ങളോളം കളർ ഗ്യാരണ്ടി ഉള്ളത്. നമ്മള് മറ്റേ റോൾഡ് ഗോൾഡ് പോലെ പെട്ടെന്ന് കളറൊന്നും പോകത്തില്ല. വർഷങ്ങളോളം നമുക്ക് കളർ ഗ്യാരണ്ടി കിട്ടുന്നേ. അപ്പൊ അത് ഞാൻ വെറുതെ പറയല്ല, വർഷങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും ഞാനൊരു 3 മാസമൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഓർണമെന്റ്സ് ഇതിനകത്തുണ്ട്. എന്നിട്ടും കളർ പോയിട്ടില്ല. അതായത് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ട് 3 മാസം. കുളിക്കുമ്പോൾ പോലും ഞാൻ ഊരി വെച്ചിട്ടില്ല. അപ്പൊ അതുപോലെ സോപ്പും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നിട്ടും കളറൊന്നും പോവാത്ത ഓർണമെന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇന്ന് അതൊക്കെ നിങ്ങളെ കൂടി ഞാൻ പരിചയപ്പെടുത്തും. അപ്പൊ ഇതാട്ടോ എന്റെ ആമാടപ്പെട്ടി. നമുക്ക് തുറക്കാം അല്ലേ? കുറെ ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ, ഇത്രയും സ്റ്റൈൽ ആയിട്ടുള്ള, ഇത്രയും ഭംഗിയുള്ള ഓർണമെന്റ്സ് വാങ്ങി തുടങ്ങിയപ്പോൾ എനിക്കിപ്പോ ഗോൾഡ് വാങ്ങണമെന്ന് പോലും തോന്നുന്നില്ല കേട്ടോ. വില ഒരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഇത്രയും ചെറിയ തുകയ്ക്ക് കളർ പോവല്ലാത്ത ഓർണമെന്റ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ? പ്രത്യേകിച്ച് എനിക്ക്. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റോൾഡ് ഗോൾഡ് ഓർണമെന്റ്സ് ഞാൻ നേരത്തെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് പക്ഷെ എനിക്ക് എന്റെ വേർപ്പിന് അത് പറ്റത്തില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് അതിന്റെ കളർ പോകും. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം മാലയൊക്കെയാണ് കഴുത്ത് കറക്കും, കയ്യിലാണെങ്കിൽ വളയുടെ കളർ മൊത്തം പോകും. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ആ സാധനമേ മേടിക്കാറില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ഗോൾഡ് വാങ്ങിക്കാൻ തുടങ്ങി. ഗോൾഡ് വാങ്ങിച്ച് ഇപ്പം അത് ഇങ്ങനെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഉയരത്തിലോട്ടായതുകൊണ്ടാണ് പിന്നെ ഈ സംഭവം കണ്ണിപ്പെട്ടെ. അപ്പൊ ഇത് ആദ്യം ഒരെണ്ണം വാങ്ങിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പൊ എവിടെ കണ്ടാലും ഇത് കൂട്ട് വാങ്ങലാണ് ഇപ്പൊ എന്റെ പുതിയൊരു ഹോബി. കാരണം വലിയ റേറ്റ് ഇല്ല, നമുക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടും. അപ്പൊ ഇതിനകത്ത് കണ്ടോ, എന്റെ വളകളുണ്ട്, മാലയുണ്ട്, കൊലുസുണ്ട്. അത്രയും സാധനമൊക്കെ ഞാൻ ഇത് കൂട്ട് വാങ്ങാറുള്ളൂ. കമ്മലൊന്നും ഈ ടൈപ്പ് ഇതുവരെ വാങ്ങിയിട്ടില്ല, മോതിരം വാങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് ഒരറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ? ആദ്യം ഏതാ തുടങ്ങണ്ടേ? ഇപ്പൊ ഞാൻ കഴുത്തലിട്ടിരിക്കുന്നത് റിയൽ 18 ക്യാരറ്റിന്റെ മാലയാട്ടോ. അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് ഊരി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മാല നന്നായിട്ട് ഇട്ടുമ്പോ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഗോൾഡിന്റെ വീഡിയോ ഇട്ടപ്പം കുറെ പേരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് വാങ്ങാൻ പണമില്ല, കാശില്ല, അങ്ങനെയൊക്കെ ഇട്ട് കൊതിപ്പിക്കാതെ, ഇതൊക്കെ കാണുമ്പോൾ കൊതിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ഇതിടാം കേട്ടോ. കാരണം ഇങ്ങനെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കളർ പോകത്തില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സന്തോഷമുള്ളൂ. ആദ്യം ഏതാ കാണിക്കട്ടെ? ഓക്കെ, മാല കാണിക്കാം. ഇത് കേട്ടോ, ഒരു 3-4 ലെയറുള്ള ഒരു മാലയാണേ. അതായത് ഈ മാലയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിന്റെ കളർ പോവില്ല എന്ന് പറയുന്നതിന്റെ കാര്യം, ഇത് സ്റ്റീലിലാണ് ഈ ഗോൾഡ് അല്ലെങ്കിൽ 18 ക്യാരറ്റ് പ്ലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് കളർ പോവത്തില്ല. ഇത് ഇമ്പോർട്ടഡ് ആണെന്നാണ് പറയുന്നത്. മറ്റേ നമ്മുടെ റോൾഡ് ഗോൾഡ് എന്ന് പറയുന്നതിനാ ചെമ്പിലോ മറ്റോ അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് കളർ പോകും. ഇത് കണ്ടോ, ഇത് 5 ലെയർ ഉള്ള ഒരു നെക്ലസ് ആട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ ചെറിയ ഇതാണ്. ചെയിനൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നടുക്ക് എംറാൾഡ് ഒന്നും ഒറിജിനൽ ആയിരിക്കുകയല്ല, പച്ചക്കല്ലെന്ന് നമുക്ക് പറയാം. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആട്ടോ ഇത്ര കയറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഇറക്കിയിടാം. അപ്പൊ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇത് വരും. ഇതുണ്ടോ, ഇതിന്റെ ചെയിൻ നിങ്ങൾക്ക് കാണാം. കുറച്ചുകൂടെ അടുത്ത് വയ്ക്കും. ഇതാണ് ഇതിന്റെ ചെയിൻ വരുന്നത് കേട്ടോ. കണ്ടോ,
അടിപൊളിയാ. നല്ല വൈഡ് നെക്കൊക്കെ ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ, നല്ല ലുക്കാ. ഈ മാല ഞാൻ വാങ്ങിച്ചത് ഇഹ ഡിസൈൻസ് എന്നാണ്. അപ്പം ഇഹയ്ക്ക് ഡ്രസ്സ് മാത്രമല്ല ഇത് കൂട്ട് ഓർണമെന്റ്സും ഉണ്ട്. അപ്പൊ ഇഹയിലാണ് ഇത് ആദ്യം ഞാൻ കണ്ടേ. അപ്പൊ പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചു, നല്ല ലാസ്റ്റിംഗ് ആണ്, കളർ പോകത്തില്ല, ഡെയിലി യൂസിനൊക്കെ നല്ലതാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആദ്യം ഒരു വളയാണ് വാങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഈ മാല കണ്ടേ, ഇത് വാങ്ങി. പക്ഷെ ഭയങ്കര രസമാട്ടോ, നല്ല ഭംഗിയില്ലേ കാണാന്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്, വൈഡ് നെക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഒരൊറ്റ മാലയും കൂടി ഇട്ട് അടിപൊളി. ഇതിന് 799 അങ്ങനെ എങ്ങാണ്ടാണ് അന്ന് റേറ്റ് ആയത്. പിന്നെ ഈ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കഴുകും. നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഇങ്ങനെ തുടച്ച് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഓരോന്നും ഓരോ കവറിൽ ഇട്ട് വെക്കും. എല്ലാം കൂടെ ഒന്നിച്ച് സൂക്ഷിച്ച് വെക്കില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്നും ഓരോ കവറിലിട്ട് തന്നെ അടച്ചു വെക്കും. എല്ലാം കഴുകിയാണ് വെക്കാറുള്ളൂ. കാരണം കഴുകിയില്ലെങ്കിൽ എന്തായാലും നമ്മുടെ വിയർപ്പ് അതിലിരുന്നേച്ച് പെട്ടെന്ന് കളർ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാഷ് ചെയ്തിട്ട് മാത്രം ഇത്ര ഓർണമെന്റ്സ് നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ചില ഓർണമെന്റ്സ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ പറയും വെള്ളത്തിൽ കഴുകരുത്, തുടച്ചെടുത്ത് വെച്ചാൽ മതി എന്ന് പറയും അല്ലെ, തുണി കൊണ്ട് തുടച്ചു വെച്ചാൽ മതി എന്ന്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഓർണമെന്റ്സിന്റെ കളർ പെട്ടെന്ന് പോകും. ഏത് ഓർണമെന്റ്സ് ആണേലും, സ്വർണ്ണം അല്ലാത്ത എന്ത് ഓർണമെന്റ് ആണേലും നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ട് ഉണക്കിയെടുത്ത് ഇങ്ങനെ കവറിലാക്കി വെക്കണേ. പിന്നെ ഇതുണ്ടോ 18 ക്യാരറ്റ് പ്ലേറ്റഡ് വള. ഇത് കൂട്ട് വള ഇപ്പൊ നിങ്ങൾ ഒത്തിരി കാണുന്നുണ്ടല്ലോ അല്ലെ. കണ്ടോ, ഇങ്ങനത്തെ ഓപ്പണബിൾ ആയിട്ടുള്ള വള. അതിങ്ങനെ വണ്ണം ഉള്ളതുകൊണ്ട് വണ്ണം കുറഞ്ഞതുണ്ട്. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ നമ്മൾ ആമസോണിലൊക്കെ ഇതിന്റെ അവൈലബിൾ ആണ്. പക്ഷെ നോക്കി നമ്മൾ വാങ്ങുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ എന്ന് നോക്കിയിട്ട് വാങ്ങുക കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഇതിന്റെ വേറെ മോഡൽസ് ഒക്കെ വരുന്നുണ്ട്. അത് കളർ ഗ്യാരണ്ടി കിട്ടുമോന്നൊന്നും, അല്ലാതെ കളർ നിൽക്കുമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കളർ നിൽക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കളർ പോകേണ്ടതാ. അപ്പൊ ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇത് കണ്ട ഒരു സെറ്റ്, ഇതിങ്ങനെ സ്റ്റോൺ പഴിപ്പിച്ചോർണം. അതിന്റെ കൂടെ ഈവിളയുടെ ഒരു വളയും. ഈവിള എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, അങ്ങനെ ഞാൻ വാങ്ങിയതാണേ. ഈവിള ഇങ്ങനെ ജസ്റ്റ് ഇതിനകത്ത് മാഗ്നറ്റ് പിടിപ്പിച്ചിരിക്കുവാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. നല്ല രസമല്ലേ. ഈ ഇപ്പൊ ഇങ്ങനത്തെ ഈ വളകളൊക്കെ ഒരെണ്ണം കൂടെ ഒക്കെ ഇടുന്നത് ഭയങ്കര ട്രെൻഡ് അല്ലേ. അതുപോലെ വാച്ചിന്റെ കൂടെ ഇത് കൂട്ടിടുക, അതൊക്കെ ഇപ്പൊ നല്ല ട്രെൻഡാണ്. ഭയങ്കര ക്ലാസി ലുക്കാട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഭയങ്കര അഡിക്റ്റ് ആണ് ഇത് കൂട്ട് ഓർണമെന്റ്സിന്റെ. അപ്പൊ ഇത് പുതിയത് മേടിച്ചത്. ഇത് രണ്ടെണ്ണവും കൂടെ 699 ആണ് ആയതെന്ന് തോന്നുന്നു. അതെ, അത്രയാണ് ആയത്. ചിലതൊക്കെ ലിങ്ക് ടാഗ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ഉണ്ടല്ലോ ലിങ്ക് കിട്ടുന്നില്ല. അതെന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇടാവേ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓൺലൈൻ സൈറ്റിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ 18 ക്യാരറ്റ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. പിന്നെ അടുത്ത ഒരു സ്നേക്ക് ചെയിൻ കാണിക്കാം. ഇതും സ്റ്റീലില് യെല്ലോ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ ചെയിനിന് പറയുന്ന പേരാണ് സ്നേക്ക് ചെയിൻ. അപ്പൊ ഇതിന്റെ നടുക്ക് കണ്ടോ ഈ കുന്തൻ സ്റ്റോൺസ് പോലത്തെ സ്റ്റോൺസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മിന്ത്രയിന്ന് വാങ്ങിയതാട്ടോ. ഇതിനും ഏതാണ്ട് 700 അങ്ങനെ എങ്ങാണ്ട് റേറ്റ് ആയതാ. പക്ഷെ കണ്ടോ, നമുക്ക് ഡെയിലി യൂസിന് നല്ലതാ. സിമ്പിൾ ആണ്, ചെറിയ മാലയായിട്ട്. ഇങ്ങനത്തെ ചെറിയ മാല ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം, അടിപൊളിയാണ്. എന്റെ വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ആവേശം കൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് അങ്ങ് കാണിച്ചു പോയാൽ മതി അല്ലേ. അപ്പൊ ഇത് നല്ല ഇതാട്ടോ, ബാക്ക് ചെയിൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ ഒരു സെറ്റ് ബ്രേസ്ലെറ്റ് കൈ ചെയിനും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ ഹൈന്ന് വാങ്ങിയതാണ്. ഇത് കേട്ടോ, നല്ലൊരു കൈ ചെയിൻ. അപ്പൊ ആ മാലയും ഈ കൈ ചെയിനും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേരുവല്ലേ, ഒരു സെറ്റാന്ന് തോന്നും. ഇത് കുന്തൻ സ്റ്റോൺസ് ആണേ. ഇതിന്റെ ഒന്നും വില ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. ഇത് കുറച്ച് നാളായി മേടിച്ചിട്ട്. അപ്പൊ ഇതിങ്ങനെ ഞാൻ ഒരു സെറ്റായിട്ട് എടുത്തു വെച്ചിരിക്കുവാണ്. ഇതിപ്പോ ഇത് കൂട്ട് വളയൊക്കെ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ഇന്നതിന്റെ കൂടെ ഇടണം, അല്ലെങ്കിൽ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപോലത്തെ ഉള്ള വളകളൊക്കെ ഇടുക, അതൊക്കെ അല്ലായിരുന്നു ഒരു ഇത്. ഇപ്പൊ ഗോൾഡിന്റെ ആണേലും ഒരേപോലത്തെ 2 വള ഇടുക, അല്ലെങ്കിൽ 4 വള ഇടുക, അതൊക്കെ അല്ലായിരുന്നു ഒരു ഫാഷൻ. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പൊ എന്തിനോടും ചേർക്കാം, എല്ലാം ട്രെൻഡാണ്, എല്ലാം ഫാഷനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കും വലിയ ഇഷ്ടമാണ്. നമുക്ക് ഇങ്ങനെ എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ക്ലാസി ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഒരു റോസ് ഗോൾഡിന്റെ വള കാണാം അല്ലേ.
വേണ്ടോ റോസ് ഗോൾഡിന്റെ ഇങ്ങനെ നമ്മുടെ പഴയ സ്പ്രിംഗ് വള എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലത്തെ 3-4 ലെയർ ആയിട്ട് നടുക്ക് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് റോസ് ഗോൾഡ്. ഇതും വാങ്ങിയിട്ട് കുറെ ആയിട്ടോ, ഞാൻ കുറെ ഇപ്പൊ യൂസ് ചെയ്തു. ഇത്തിരി വട്ടം കുറവാ, പക്ഷെ നമുക്ക് ഇങ്ങനെ ഇടാനായിട്ടൊക്കെ പറ്റും, അതിനൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ കിടക്കും, ഭയങ്കര ക്ലാസി ലുക്ക് അല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് റോസ് ഗോൾഡ് എന്ന് പറയുന്ന ഈ കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടമാട്ടോ. എല്ലാ ഗോൾഡിനേക്കാളും എനിക്ക് ഇഷ്ടം ഈ റോസ് ഗോൾഡ്. ഇത് ഇഹൈന്ന് വാങ്ങിയതാട്ടോ, നല്ലൊരു പ്രോഡക്റ്റ്. പിന്നെ റോസ് ഗോൾഡിന്റെ ഇതേ വേറെ ഇത് ഇങ്ങനെ റാ പോലെയാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇട്ടാൽ മതി. ഇത് ഈ നമ്മൾ കൈക്കൊക്കെ വണ്ണം ഉള്ളവർക്ക് പറ്റിയ ഒരു ഇത്. നമുക്ക് ഇങ്ങനെ കയറ്റി ഇടാനായിട്ടും പാടായിരിക്കും ചെറിയ വള കിട്ടുമ്പോൾ. പിന്നെ എൻ്റെ കൈയുടെ വണ്ണം അനുസരിച്ച് ഇതുകൂട്ടൊക്കെ കൈയിൽ ഇട്ടാലാണ് ഒന്ന് കാണാനുള്ളൂ. തീരെ ചെറുതൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. അപ്പൊ ഇതുണ്ട്, അതിട്ട് നടുക്കൊരു വലിയ വൈറ്റ് സ്റ്റോണൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഒരു സൈറ്റ് കണ്ടപ്പോൾ അതിൽ നിന്ന് വാങ്ങിയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വളയുടെ ഇത് കൂട്ട ഓർണമെന്റ്സ്, ഈ 18 ക്യാരറ്റ്, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 18 ക്യാരറ്റ് ചെയ്ത് വരുന്ന ഓർണമെന്റ്സിന്റെ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ പേജസ് കാണാം. പക്ഷെ ചിലതൊക്കെ നോക്കുമ്പോൾ അന്യായ വിലയാട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ചിലത് ഒരു ന്യായമായ വിലക്കൊക്കെ കിട്ടും, അപ്പൊ അങ്ങനെ വാങ്ങുന്നതാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ എന്തോ പേര് തോയാന്നോ അങ്ങനെ എന്തോ ഒരു പേരാന്ന് തോന്നുന്നു. പക്ഷെ അവർക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടത്തില്ല. ഇതിന്റെ ഗ്യാരണ്ടിയെ പറ്റി അറിയത്തില്ല, ഒരു ഗ്യാരണ്ടി കാർഡോ ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി അവരുടെ വെബ്സൈറ്റിൽ കയറി ഓർഡർ കൊടുത്തു. പേയ്മെന്റ് ഉള്ളതാണ്, റെഡി പേയ്മെന്റ് ആയിരുന്നു, പേയ്മെന്റ് കൊടുത്തു. പക്ഷെ താരതമ്യേന വില കുറവാണ്, 299 ഒക്കെ ഉള്ളൂ ഇതിന്റെ വില. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ സംഭവം കിട്ടി, നല്ലതാണ്, കളർ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് ചില മെസ്സേജ് ഒന്നും ഇട്ടിട്ട് അതിന്റെ ഒരു റിപ്ലൈ ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, അവരുടെ ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നുമില്ല. പക്ഷെ എന്തായാലും രണ്ടും കൽപ്പിച്ച് വാങ്ങി, പക്ഷെ നല്ലതായിരുന്നു. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഒരു മാലയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് മിക്കവാറും എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. ഞാൻ മിക്കവാറും ഇടുന്ന ഒരു മാലയാണ്, നല്ലൊരു മാലയാട്ടോ. അതും 299 or 399 ആണ് റേറ്റ് ആയിട്ടുള്ളൂ. കണ്ടോ, റോസ് ഗോൾഡേ വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ടോ ഇപ്പൊ എനിക്കൊരു പറ്റി ഞാനേ വെറുതെ ഇതുകൊണ്ട് ഇത്രയും സിമ്പിൾ തിൻ ചെയിനാണ് ഇതിന്റെ വരുന്നത്. അപ്പൊ നമ്മളുണ്ടല്ലോ ഇങ്ങനെ റഫായിട്ടൊക്കെ കവറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു പ്രശ്നം, ഇതെല്ലാം കൂടെ കെട്ടുകൂടുവേ. പിന്നെ നമ്മൾ അത് അഴിച്ചെടുക്കുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കെട്ടുകൂടാത്ത രീതിയിലൊക്കെ വെക്കുക. ഇതിപ്പോ കണ്ടോ എന്റെ അവസ്ഥ കണ്ടോ, ഒന്ന് അഴിച്ചെടുക്കണേ പിന്നെ ഭയങ്കര പാടാ. ഇതെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും കോർക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇവിടെ കെട്ടുകൂടി, അത് ഞാൻ പിന്നെ സാവകാശത്തിൽ അഴിച്ചെടുത്തോളാം. അപ്പൊ ഇത് ഞാൻ മാല കാണിക്കാം. ഇതുണ്ട്, ഇതിന്റെ താഴെ കുറെ സ്റ്റോൺസ്, പല കളറിലുള്ള സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. ഇതുണ്ട്, ചെറിയ ഹാങ് ചെയ്തിരിക്കുന്ന സ്റ്റോൺസ്, റോസ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് ഞാൻ മിക്കവാറും ഇടുന്ന കേട്ടോ. സിമ്പിൾ ആണ്, പക്ഷെ എലഗന്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ മാല ഇടുന്നത്, ഭയങ്കര രസമാണ്. ഇനി അടുത്തത് കാണിച്ചത് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. പിന്നെ ഇത് കണ്ടോ, ഒരു ഓപ്പൺ വള കണ്ടോ, പിന്നെ ടൈറ്റ് ആയിട്ട് കിടക്കും, ഒരു 2 സ്റ്റാറിന്റെ ഒക്കെ പടമുള്ള. ഇത് ഇഹ ഡിസൈൻസിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതും 699 599 699 അങ്ങനെ എങ്ങാണ്ടാണ് റേറ്റ് ആയത്. ഒരു അടിപൊളി വില, നല്ലൊരു ഡിസൈൻ അല്ലേ, കണ്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഇനി നമുക്ക് വേറൊരു ബ്രേസ്ലെറ്റ് കണ്ടാലോ. ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ ആഡ് കണ്ട് വാങ്ങിയതാണ്. പൾമൊണാസ് എന്നും പറഞ്ഞോണ്ടൊരു സൈറ്റാണ്. നമ്മുടെ ഹിന്ദി ഹീറോയിൻ ആണല്ലോ അതിന്റെ പേര്, ശ്രദ്ധ കപൂറോ അങ്ങനെയുള്ള ഒരു പുള്ളിക്കാരത്തിയുടെ ഒരു ലോഞ്ചാണിത്, പൾമൊണാസ് എന്നും പറഞ്ഞ്. അപ്പൊ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. കണ്ടോ, ഒരു ചെയിൻ ഉണ്ട്, ആ കൂടെ കുറെ ഹാർട്ട്. ഇത് 2 എണ്ണമായിട്ടാണ്. ഇതൊരെണ്ണം നമ്മുടെ ചങ്ങല പോലത്തെ ചെയിന്, പിന്നെ മറ്റേത്തേൽ ഇങ്ങനെ കുറെ ഡിസൈൻ ഒക്കെ ആയിട്ട്. ഇതൊക്കെ ഇതിങ്ങനെ നമ്മളിടും, കണ്ടോ, നല്ലൊരു ലുക്കാണ്. ഇതും 2-3 വർഷം ലൈഫ് ലോങ് വാറണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഈ ബോംബെ, മഹാരാഷ്ട്ര അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്നാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിച്ചയക്കാന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെയല്ല, താരതമ്യേന റേറ്റ് ഭയങ്കര കൂടുതലാട്ടോ. ഞാൻ ഈ മറ്റേതൊക്കെ മേടിച്ച് വെച്ച് നോക്കുമ്പം ഇതിന് ഭയങ്കര റേറ്റ് ആണ്. ഇതൊക്കെ
ഒരു 1500 അങ്ങനെ മറ്റോ റേറ്റ് ഒക്കെ ആയതാണ്. അതുകൊണ്ട് ഇത് ഞാൻ അത്ര അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇച്ചിരി റേറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പൊ ആദ്യം അങ്ങനെ കണ്ട്, അപ്പം ഞാൻ അന്ന് വിചാരിച്ചു ഇത്രയും വലിയ ഒരു ഹീറോയിൻ ഒക്കെ അല്ലേ, അപ്പൊ അവരേതായാലും ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നല്ലതായിരിക്കുമല്ലോ, ഒരു മോശം പ്രോഡക്റ്റ് ഇറക്കി ഏതായാലും അവരുടെ പേര് കളയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് വാങ്ങിച്ചതാണ് അവരുടെ കയ്യിൽ നിന്ന്. ആദ്യം ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചു നോക്കുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ വാങ്ങുന്നില്ല, കാരണം നമുക്കിപ്പോ വിലക്കുറവിൽ വേറെ സൈറ്റിൽ നിന്നൊക്കെ അത് കിട്ടുന്നുണ്ട്. സെയിം മോഡൽ കിട്ടുമല്ല, എല്ലായിടത്തും പലയിടത്തും പല മോഡൽസ് ആണ് വരുന്നത്, സെയിം റേറ്റ് മോഡൽ ഒരിടത്തും ഇല്ല. ഇത് കണ്ടോ, ഇത് ഞാൻ കൊലുസായിട്ട് യൂസ് ചെയ്യുമായിരുന്നു ഒരു 3 മാസം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ 3 മാസം ഉപയോഗിച്ചിട്ട് കളർ പോയില്ല. ഇതും പൾമണാസി എന്നാണ്. സത്യത്തിൽ ഇതൊരു ഇങ്ങനെ നെക്ലസ് ആയിരുന്നു. അപ്പൊ ഈ നെക്ലസ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പം വന്നപ്പം അപ്പൊ അത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞൊരു ഓഫർ ആയിരുന്നു. അപ്പൊ രണ്ടും കൂടെ എനിക്ക് ഏതാണ്ട് 2000 അങ്ങനെ ഒരു റേറ്റിലാണ് കിട്ടിയത്. അപ്പൊ അന്നിപ്പം മേടിച്ചപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ മാലയായിട്ട് കണ്ടപ്പോ ഇത് കൊലുസായിട്ട് ഇടാൻ നല്ലതാണല്ലോ എന്ന്. അപ്പൊ അങ്ങനെയും കൂടെ ഒരു ഉദ്ദേശം വെച്ചാണ് ഈ ബൈ 1 ഗെറ്റ് 1 ഓഫർ വന്നപ്പോ ഞാൻ വാങ്ങിയത്. അപ്പൊ 2 കിട്ടൂല. അങ്ങനെ വാങ്ങി വന്നു കഴിഞ്ഞപ്പോ മാലയായിട്ട് ഇടാൻ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, കാരണം ഇതിലും അടുത്തായിരുന്നു ഇതിന്റെ മുത്തുകൾ വന്നു കഴിഞ്ഞാൽ. പിന്നെ അല്ല തന്നെയല്ല നല്ല വെയിറ്റും ആണ്. അപ്പൊ ഇതിലും അടുത്ത് ഇങ്ങനെ മുത്തുകൾ വന്നു, നല്ല വെയിറ്റും ആയിട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നാ ഏതായാലും മാലയാക്കണ്ട, കൊലുസ് തന്നെ ആക്കാതെ. പക്ഷെ അത്ര അടുത്ത് മുത്തുകൾ കിടക്കുമ്പോൾ കൊലുസായിട്ട് ഇടാനും ജള്ള. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ മുത്തുകളെല്ലാം ഇവത്തേന്ന് അഴിച്ചെടുത്തിട്ട് കുറെ ഡിസ്റ്റൻസ് ഇട്ട് ആ മുത്തുകൾ അങ്ങ് കോർത്തു. എന്നിട്ട് അതിന്റെ ബാക്കിലെ ചെയിനൊക്കെ മാറ്റിയിട്ട് എനിക്ക് ആവശ്യമുള്ള കൊലുസിന്റെ വലുപ്പത്തിലാക്കി എടുത്തു ഇങ്ങനെ. എന്നിട്ട് ഇത് ഞാൻ കൊലുസായിട്ട് യൂസ് ചെയ്തു. ഇതിന്റെ ബാക്കി വന്ന മുത്തുകളും ചെയിനും എല്ലാം കൂടെ കോർത്ത് ഞാൻ ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കി. അപ്പൊ ഞാൻ ഈ ബ്രേസ്ലെറ്റ് കയ്യിലിട്ടിരിക്കുന്നത് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതങ്ങ് കയ്യിലോട്ട് വിട്ടു, നല്ല ലുക്കല്ലേ. അപ്പൊ ചിലപ്പോ ഞാൻ ഇത് വാച്ചിന്റെ കൂടെ ഇടും, ചിലപ്പോ ഈ ഒരു കടായിയുടെ കൂടെ ഇടും. ഇതിന്റെയൊക്കെ കൂടെ ഇത് കോമ്പിനേഷൻ നല്ലതാണ്. രണ്ടും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കണ്ട നല്ലൊരു ലുക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചില വീഡിയോയിലൊക്കെ ഞാൻ ഇത് സ്റ്റൈല് ചെയ്തത്. അപ്പോഴൊക്കെയാണ് പലരും ഇത് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണിച്ചായിരുന്നു, ഈ ഹെയർഡ് അൺബോക്സിങ്. അപ്പൊ അതിൽ നിന്ന് വാങ്ങിച്ചതാണിത്. അപ്പൊ അന്നേ ഇത് ഞാൻ ഇട്ടപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഇത്തിരി വലിപ്പം കുറവാണ്. ശരിയാണ്, എനിക്ക് വലിപ്പം കുറവാണ്, കാരണം ഞാൻ നേരത്തെ വാങ്ങിയ വളകൾ വെച്ച് നോക്കുമ്പോ വട്ടമില്ല. ഇത് ഞാനുണ്ടല്ലോ ഇങ്ങനെ ഇട്ടേച്ച് കൈ തിരിക്കുമ്പോ ഇവിടെ തട്ടുക, കൈ എനിക്ക് തിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടൈറ്റാ. ഇതിങ്ങനെ ചിലപ്പം നല്ല ടൈറ്റ് അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് വിട്ടുപോകാനും കൂടെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന് മുമ്പൊക്കെ വാങ്ങിച്ച ഒരു സ്വല്പം കൂടെ വലിപ്പം കൂടുതലുണ്ടായിരുന്നു, ഇതിന്റെ നെക്സ്റ്റ് അളവായിരുന്നു, അതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ സ്യൂട്ട്. ഇതിങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്, കൈ ഇങ്ങനെ തിരിക്കുമ്പോഴത്തേ ഇവിടെ 2 സൈഡിൽ ഇത് കൊള്ളുക, ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പം അതൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പറയാൻ കാര്യം അന്ന് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിങ്ങനെ കിടക്കേണ്ട വളയാ, അല്ലാതെ കയറ്റി നമ്മൾ സാധാ വള പോലെ കയറ്റി ഇടുന്ന വളയല്ല എന്ന് പറഞ്ഞേ. അതെനിക്കും അറിയാം, അങ്ങനെ ഇടേണ്ട വളയല്ല എന്നറിയാം. പക്ഷെ ഇത്തിരി കൂടെ വട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു, ഇതിന്റെ ഇരട്ടി ഭംഗി വന്നേനെ കയ്യിലിട്ട് കഴിയുമ്പോൾ. ഇതുണ്ടോ, ഇതും അന്ന് ഇഹയെന്ന് മേടിച്ചതാണ്. ഇത് റോസ് ഗോൾഡ് ആണ് കേട്ടോ. എനിക്ക് യെല്ലോ ഗോൾഡിനേക്കാളും ഇഷ്ടം റോസ് ഗോൾഡാ. നിങ്ങൾക്കോ? ഇത് ഇങ്ങനെ തട്ടുവാണ് 2 സൈഡിലും. കണ്ടോ, ഇത്തിരി കൂടെ ഒരു ലൂസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭംഗി വന്നേ. പിന്നെ അടുത്തത് ഇത് കണ്ടോ, ഇനി ഇത് ഭയങ്കര ഒരു ക്ലാസി ലുക്കുള്ള വളയാട്ടോ. ഇതൊരു സെറ്റാണ്, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. ഇതുണ്ടോ, ഇത് 3 എണ്ണമാണ്, എല്ലാം ഓവൽ ഷേപ്പാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് യെല്ലോ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, ഇങ്ങനെ ഒരു സെറ്റാണ്. ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഇതാണ്. എന്നിട്ട് ഇത് 3 കൂടെ ഇങ്ങനെ കയ്യിലോട്ടിടണം, അടിപൊളിയാട്ടോ, ഭയങ്കര ക്ലാസി ലുക്ക്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് 3 കൂടെ ഇങ്ങനെ കയ്യിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക്. അതുകൊണ്ട് ഞാൻ കൈ പിടിക്കാം, അല്ലെങ്കിൽ ഒത്തിരി സമയം പോകും, വീഡിയോ ഭയങ്കര ലോങ് ആയിട്ട് പോകും. പക്ഷെ ഭയങ്കര രസമാട്ടോ ഇത് കയ്യിലിട്ട് കഴിഞ്ഞാൽ. ഇത് 3 കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ നിങ്ങൾ കാണാൻ മേലെ സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പൊ ഇത് കൂട്ട് ഡ്രസ്സിന്റെ കൂടെ ഇത് കൂട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മഞ്ജു വാര്യർ, നയൻതാര, ഇവരൊക്കെ നല്ല മോഡേൺ ഡ്രസ്സിന്റെ കൂടെ ഇത് കൂട്ടാണ് ഇപ്പൊ സ്റ്റൈൽ ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടോ, വേറൊരു വള, ഇത് ഇത് കൂടെ ഇങ്ങനെ കോർത്തിട്ടിരിക്കുക. ഇത് ഇഹാ ഡിസൈൻസിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇത് ഞാൻ കുറെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്, കുളിക്കുമ്പോഴൊക്കെ കയ്യെ കിടന്നിട്ടുണ്ട്. കാരണം ഇത് ഇത്തിരി അളവ് കുറവാണ്. എനിക്ക് കയ്യിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഊരാനും ഇടാനും പാടാ. അതുകൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കയ്യിൽ ഇട്ടേച്ച് ഞാൻ പിന്നെ ഊരാറുള്ളൂ. അപ്പൊ കുളിക്കുമ്പോ ഒക്കെ കയ്യെ കിടക്കും. പക്ഷെ ഒരു കളറും പോയിട്ടില്ല, ഒന്നുമില്ല, നല്ലതാണ്. പിന്നെ ഭയങ്കര ഒരു കിലുക്കവാ. നമ്മൾ ഇത് കയ്യിലിട്ടേച്ച് ഇങ്ങനെ നടന്ന് കൈ അനക്കുമ്പോ ഇച്ചിരി കിലുക്കം കൂടുതലാണ് ഈ സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ട്. പക്ഷെ കളർ പോകത്തില്ല. ഇങ്ങനെ മൂന്നെണ്ണവും കൂടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ മൂന്നും ഇങ്ങനെ ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ എപ്പോഴും കിടക്കും കയ്യില്. അതും ഒരു രസമാണ്. ഇതും 699 ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു വാങ്ങിയത്, റേറ്റ് വന്നേ. പിന്നെ എൻ്റെ കയ്യില് നമ്മുടെ 1 ഗ്രാം തങ്കാഭരണം, അതിന്റെ പേരെന്നാ, കൃത്യസമയത്ത് അതിന്റെ പേര് മറന്നുപോയി. 1 ഗ്രാം തങ്കാഭരണം, പറക്കാട്ട് ജുവല്ലേഴ്സ്, അവിടുന്ന് വാങ്ങിയ 2 വളയാണ് ഇത്. ഇത് ഞാൻ കുറെ നാൾ മുമ്പ് വാങ്ങിയതാ. പക്ഷെ ഇതൊന്നും വാങ്ങിയ പിന്നെ ഈ സാധനം ഇപ്പൊ ഇടാറില്ല കേട്ടോ. ഈ പറക്കാട്ടിന്റെ ഭയങ്കര വിലയാ, 1 ഗ്രാം ആന്നൊക്കെയാണല്ലോ അവര് പറയുന്നത്. അപ്പൊ ഭയങ്കര വിലയാ. പക്ഷെ ഈ ഒരു ഡിസൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അങ്ങ് വാങ്ങിയതാ. എപ്പോഴും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിന്റെ ആഡ് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ അതിൽ പോയി ചാടി വാങ്ങിയതാണ്. പക്ഷെ വള നല്ലതാണ്, നല്ല ഭംഗിയുണ്ട് കാണാനും. ഇതൊരെണ്ണം വേറൊരെണ്ണം വാങ്ങിയതാ. ഇത് റൂബി സ്റ്റോൺസ് വെച്ചിരിക്കുന്ന. പക്ഷെ ഇത് ഉണ്ടല്ലോ, ഇത് കട്ടിയില്ല. കയ്യേനിടുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാട് ചക്കപ്പഴം പോലെ വളഞ്ഞു പോകും. അങ്ങനെ നമ്മൾ അങ്ങനെ വളയുമ്പോഴത്തേക്കും ഈ വെച്ചിരിക്കുന്ന റൂബി സ്റ്റോൺസ് എവിടെയായാലും താഴെ ചാടി പോകും. അതുകൊണ്ട് 2-3 റൂബി സ്റ്റോൺസ് അങ്ങനെ പോയി. പക്ഷെ ഇത് നല്ല കട്ടിയാണ്, വളയും ഒന്നുമില്ല, നല്ല അടിപൊളി വളയാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് അത്ര ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഇങ്ങനെ വളഞ്ഞു പോകുന്ന കാരണം അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഡെയിലി ഇപ്പൊ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ്. വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോയി, എന്നോട് സദയം ക്ഷമിക്കുക. പിന്നെ ഓർണമെന്റ്സിന്റെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതില് എൻ്റെ ഒരു മാല ഇതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു നിങ്ങളെ. കണ്ടോ, സാരിയൊക്കെ ഉടുത്ത് ഒരെണ്ണം ഇത് കാണിച്ചില്ലേ, ഇതാ ഈ ഒരു മാല. ഇത് ഡെയിലി യൂസിനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇത് അങ്ങനെയുള്ള ഡ്രസ്സിന്റെ ഒക്കെ കൂടെ, സാരിയുടെ ഒക്കെ കൂടെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അതിനെപ്പറ്റി എടുത്ത് പറയാറില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പൊ ഞാൻ ഈ കാണിച്ച് ഈ സ്റ്റീലയില് പ്ലേറ്റ് ചെയ്ത് വരുന്ന ഇതാ, നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഒത്തിരി വിലയുടെ വാങ്ങണമെന്ന് ഞാൻ പറയുകയില്ല. താരതമ്യേന വില കുറഞ്ഞു കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. എന്നാണേലും അതുകൊണ്ട് നഷ്ടം വരത്തില്ല. ഈ 299, 399 റേറ്റ് ഒക്കെ പറയുന്ന അത്ര നഷ്ടം വരത്തില്ല. എൻ്റെ അനുഭവത്തിൽ എല്ലാം നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീണ്ടും വേറൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.